മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ മാർജിനൽ കോസ്റ്റിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രേക്ക് ഈവൻ ചാർട്ടും അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ ബേസിൽ വരുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് സെയിൽസ് ലൈൻ കോസ്റ്റ് ലൈനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ കർവിനെ അല്ലെങ്കിൽ ആ പോയിൻറ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്ന ആ പോയിൻറ്റിൽ നിന്നുണ്ടാകുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് ലൈൻ കോസ്റ്റ് ലൈനെ ക്രോസ് ചെയ്ത് പോകുന്ന ആംഗിൾ അത് വൈഡൻ ചെയ്യും തോറും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും, ദെൻ അത് ചുരുങ്ങും തോറും പ്രോഫിറ്റ് കുറയും. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദെൻ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തു, മാർജിൻ ഓഫ് സേഫ്റ്റി. അവിടെ സേഫ്റ്റി മാർജിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രേക്ക് ഈവൻ സെയിൽസിൽ നിന്ന് നമ്മുടെ കറണ്ട് സെയിൽസിലേക്ക് ഇപ്പോഴത്തെ സെയിൽസിലേക്കുള്ള അകലത്തിനെയാണ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസസിനെയാണ് എന്തായിട്ട് പറയുന്നത്, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് കറണ്ട് സെയിൽസും ബ്രേക്ക് ഈവൻ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ്, അതിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. നമുക്കറിയാം ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലാഭവും നഷ്ടവും ഇല്ലാത്ത അവസ്ഥയാണ്. അവിടെ നിന്നും നമ്മുടെ ഇപ്പോഴത്തെ സെയിൽസ്, അതായത് ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ സെയിൽസ് എത്രയാണോ അതിലേക്കുള്ള ദൂരത്തിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ കൃത്യമായിട്ട് നമുക്ക് എന്തറിയാം, ബ്രേക്ക് ഈവൻ പോയിൻ്റ് കണ്ടുപിടിച്ച് വൈ ആക്സിസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ബ്രേക്ക് ഈവൻ സെയിൽസ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ റുപ്പീസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ഇൻ വാല്യൂ നമുക്ക് കിട്ടും. ആ ബ്രേക്ക് ഈവൻ വാല്യൂവും ഇപ്പോഴത്തെ സെയിൽസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്തായിട്ട് പറയുന്നത്, മാർജിൻ ഓഫ് സേഫ്റ്റി ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. ദെൻ എക്സ് ആക്സിസിലേക്ക് ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻറ്റിന് യൂണിറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ആ യൂണിറ്റ്സും ദെൻ എന്താണ് ഇപ്പോഴത്തെ സെയിൽസ് യൂണിറ്റ്സുമായിട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് പറയാം, മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്സ് എന്ന് പറയാം. ഇതാണ് പ്രധാനപ്പെട്ട ടോപ്പിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റിയും ബ്രേക്ക് ഈവൻ അനാലിസിസും ഒക്കെ തന്നെ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും മാർജിൻ ഓഫ് സേഫ്റ്റിയും പ്രത്യേകിച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് വ്യക്തമായിട്ട് എഴുതുക. വലിയ ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻ ഇത് മാത്രമായിട്ട് ചോദിക്കില്ല. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വളരെ ഷോർട്ടാക്കി അതിൻ്റെ കറക്റ്റ് ആൻസർ ആക്കിയിട്ട് എഴുതുക. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പ്രോബ്ലംസ് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കൊരു പ്രോഫിറ്റ് വോളിയം ഗ്രാഫിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ മേജർ പോർഷൻസ് ഈ ചാപ്റ്ററിലെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ എക്സാമിനേഷന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനുള്ളൂ. ഏറെക്കുറെ നമ്മുടെ ഇതിൻ്റെ ഈ ടോപ്പിക്ക് മുഴുവനായിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ചെറിയൊരു പ്രോഫിറ്റ് വോളിയം ഗ്രാഫ് കൂടിയാണ് എടുക്കാനുള്ളത്. മിക്കവാറും അത് ചോദിക്കാറില്ലെങ്കിലും അത് ചില വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വരാവുന്ന അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പേജ് നമ്പർ 242 BBAയുടെ ബുക്കിൽ 242 പേജ് നമ്പറിൽ ഇല്ലസ്ട്രേഷൻ 30 ആണ്. പ്രോഫിറ്റ് അസർട്ടൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 1,50,000. അപ്പോൾ 1,50,000 രൂപയാണ് സെയിൽസ് എങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിൽ നമുക്ക് എല്ലായ്പ്പോഴും അറിയാം പ്രോഫിറ്റ് കാണാൻ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ പ്രോഫിറ്റ് കാണാനുള്ള നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുകയാണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റും കൂടി ചേർന്ന കണ്ടൻറ്റിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ മെത്തേഡിലാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ബ്രേക്ക് ഈവൻ പോയിൻ്റ് തന്നിട്ടുണ്ട് 1 lakh ആണ്.
ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് 25,000 ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, മനസ്സിലായല്ലോ. കാരണം നമുക്ക് ഫിക്സഡ് കോസ്റ്റും അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് ലാഭവും നഷ്ടവും ഇല്ലാത്ത പോയിൻറ്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് കോസ്റ്റാണ്. മനസ്സിലായല്ലോ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ചേർന്നതിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആയിട്ടുള്ള ഒരു പോയിൻറ്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ആണ്. ദെൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 25,000 രൂപയാണ് കോൺട്രിബ്യൂഷൻ. ദെൻ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പി വി റേഷ്യോ കാണാം, അല്ലേ? പി വി റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. പി വി റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. പി വി റേഷ്യോ നമ്മൾ കാണേണ്ടി വരും. പി വി റേഷ്യോ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ C/S ഇൻറ്റു എന്താണ്? 100 ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് നമുക്ക് കാണാം. എന്തായാലും ഈ പ്രോബ്ലം നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പറയാം. നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹150,000. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹150,000. 1,50,000 സെയിൽസ് ആണെങ്കിൽ എത്രയാണ് പ്രോഫിറ്റ്? അപ്പോൾ പ്രോഫിറ്റ് കാണാൻ P = കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇതാണ് വേണ്ടത്. പക്ഷെ നമുക്ക് സെയിൽസ് 1,50,000 ഉള്ളപ്പോൾ ഉള്ള പ്രോഫിറ്റാണ് കാണേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽ എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അല്ലെങ്കിൽ ലോസ് ഈസ് ഈക്വൽ ടു 0 ആണ്. പ്രോഫിറ്റും ലോസും ഇല്ലാത്ത അവസ്ഥയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് അറ്റ് BEP C ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. C ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ആണ്. കാരണം ബ്രേക്ക് ഈവൻ പോയിന്റിൽ എന്തുണ്ടാവില്ല? പ്രോഫിറ്റ് ഉണ്ടാവില്ല. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഈ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് എന്ത് കവർ ചെയ്യുന്നത് മാത്രമായിരിക്കും? കോസ്റ്റ് കവർ ചെയ്യുന്നു, ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യുന്നത് മാത്രമായിരിക്കും. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഫിക്സഡ് കോസ്റ്റ് മാത്രമാണ്. ദെൻ അറ്റ് BEP കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. ദെൻ നമുക്ക് പറയാം C ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. 25,000 ആണ്. ഇതാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. ഇത് വെച്ച് നമുക്ക് പി വി റേഷ്യോ കാണാം. പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസ് നമുക്ക് തന്നിട്ടുള്ളത് 1 lakh ആണ്, അല്ലേ? അപ്പോൾ C എന്ന് പറയുന്നത് 25,000 ഡിവൈഡ് ബൈ സെയിൽസ് 1 lakh ഇൻറ്റു 100 25%. 25% നമ്മുടെ പി വി റേഷ്യോ. ഇനി പി വി റേഷ്യോ വെച്ച് നമുക്ക് എന്ത് കാണാം? പ്രോഫിറ്റ് കാണാം, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ കാണാം. ഏതിൻ്റെ കോൺട്രിബ്യൂഷനാണ് കാണേണ്ടത്? നമുക്ക് 1,50,000 രൂപയുടെ കോൺട്രിബ്യൂഷനാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം C when sales are
1,50,000. 1.5 ലക്ഷം രൂപ സെയിൽസ് ഉണ്ടെങ്കിൽ എത്രയാണ് കോൺട്രിബ്യൂഷൻ? കോൺട്രിബ്യൂഷൻ നമുക്ക് അറിയാം, PV റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 25% ആണ്. ദെൻ C ഈസ് ഈക്വൽ ടു S ഇൻറ്റു PV റേഷ്യോ. എസ് എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസ് എത്രയാണ്? 1,50,000 ഇൻറ്റു 25%. 1,50,000 25% എന്ന് പറയുന്നത് 37,500. 37,500. ഇതാണ് നമ്മുടെ 1.5 ലക്ഷം രൂപ സെയിൽസ് ഉള്ളപ്പോൾ ഉള്ള കോൺട്രിബ്യൂഷൻ. സ്വാഭാവികമായിട്ടും 1 ലക്ഷം രൂപയാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് എന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് എന്താണ്? പ്രോഫിറ്റാണ് അല്ലേ? ബാക്കിയുള്ള എമൗണ്ട് പ്രോഫിറ്റായിട്ട് വരുന്നു. ദെൻ നമുക്ക് അങ്ങനെ തന്നെ കാണാം, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു C മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ദെൻ C എത്രയാണ്? 37,500 മൈനസ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 25,000 ആണ്. ഈസ് ഈക്വൽ ടു 12,500. 12,500. ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ 1,50,000 സെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എത്രയാണ്? 12,500 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 4 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് നമുക്ക് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, അതേസമയം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതേ പേജിൽ തന്നെ, പേജ് നമ്പർ 242 തന്നെ ഇല്ലസ്ട്രേഷൻ 31 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് എ പോയിൻ്റ് ബ്രേക്ക് ഈവൻ പോയിൻ്റ്, ബി പോയിൻ്റ് ഫിക്സഡ് കോസ്റ്റ്, സി പോയിൻ്റ് പ്രോഫിറ്റ്. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി ₹80,000. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 80,000 ആണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്, 80,000 ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് 40% ഓഫ് സെയിൽസ് ആണ്. 40% മാർജിൻ ഓഫ് സേഫ്റ്റി, സെയിൽസിൻ്റെ 40%. PV റേഷ്യോ എന്ന് പറയുന്നത് 30% ആണ്, 30%. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്, ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ള ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് സെയിൽസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മളോട് ചോദിച്ചിട്ടുള്ള ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്, പക്ഷെ സെയിൽസ് നമുക്ക് എങ്ങനെ കാണാമെന്ന് നോക്കാം. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എടുത്ത് നമുക്ക് തുടങ്ങാം. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 80,000 rupees ആണ്, 80,000 ആണ്. ഈ 80,000 എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 40% ആണ്. 40% ഓഫ് സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസിൻ്റെ 40% 80,000 എന്ന് പറയുകയാണെങ്കിൽ സെയിൽസ് കാണാൻ എന്ത് ചെയ്യണം? Therefore, sales is equal to 80,000 into, ഇത് ഗ്രോസ് അപ്പ് ചെയ്യുക, തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 100/40. അതായത് 80%, ഇതിൽ 40% എന്ന് പറയുമ്പോൾ സെയിൽസ് ഇൻറ്റു 40/100, അതാണ് 80,000 അല്ലേ? അപ്പോൾ ഈ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യണം? ഇത് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രോസ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽസിൻ്റെ വാല്യൂ കിട്ടും. ദെൻ സെയിൽസ് ഈസ് ഈക്വൽ ടു ₹2 lakh. ഇതാണ് നമ്മുടെ സെയിൽസ്. ഇനി നമുക്ക് കാണേണ്ടത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ളത്. ബ്രേക്ക് ഈവൻ സെയിൽസ് അല്ലേ? ബ്രേക്ക് ഈവൻ സെയിൽസ് കാണാൻ ഉള്ളൊരു എളുപ്പവഴി
അതായത് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എടുക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു കറണ്ട് സെയിൽസ്, അതായത് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ പോയിന്റ് കുറച്ചാൽ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടാൻ സെയിൽസിൽ നിന്ന് മാർജിൻ ഓഫ് സേഫ്റ്റി കുറച്ചാൽ മതി അല്ലേ? സെയിൽസ് എത്രയാണ്? സെയിൽസ് 2 lakh ആണ്. 2 lakh മൈനസ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 80,000 ആണ്. Then break-even point sales is equal to 1,20,000. ഇതാണ് നമ്മുടെ ആദ്യത്തെ ആൻസർ. ബ്രേക്ക്-ഈവൻ പോയിന്റിന്റെ ആൻസർ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1,20,000. അപ്പോൾ ഇത് എളുപ്പമാണ്. ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നമ്മൾ ഓർമ്മ വയ്ക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു കറണ്ട് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ്, ഈ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് കാണാനാണ്. ഫിക്സഡ് കോസ്റ്റും കാണണം, പ്രോഫിറ്റും കാണണം. ആ ഫിക്സഡ് കോസ്റ്റ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം ബ്രേക്ക് ഈവൻ പോയിന്റ് വെച്ച്. ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? BP ഇൻറ്റു PV റേഷ്യോ. BP ഇൻറ്റു PV റേഷ്യോ എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല ഈ ഇക്വേഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു F ഡിവൈഡ് ബൈ PV റേഷ്യോ ആണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്ത് ഇതെടുത്തത്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു F ഡിവൈഡ് ബൈ PV റേഷ്യോ. Therefore ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻറ്റു PV റേഷ്യോ. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻറ്റു PV റേഷ്യോ എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് 1,20,000 ആണ്. ഇതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇൻറ്റു PV റേഷ്യോ എന്ന് പറയുന്നത് 30% ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. $36,000 ആണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ആൻസർ. അടുത്ത നമുക്ക് കാണാനുള്ള പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഇതാണ് പ്രോഫിറ്റ് കാണാനുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ഇവിടെ നമുക്ക് എന്ത് കാണണം? കോൺട്രിബ്യൂഷൻ കാണണം. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് PV റേഷ്യോ എന്ന് അറിയുമ്പോൾ നമുക്ക് കാണാം എന്താണ്? PV റേഷ്യോ വെച്ച് നമുക്ക് കോൺട്രിബ്യൂഷൻ കാണാം. ദെൻ PV റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് കോൺട്രിബ്യൂഷൻ? ആ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ PV റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ്? 30%. അപ്പോൾ സെയിൽസിൻ്റെ 30% ആണ് കോൺട്രിബ്യൂഷൻ. അതാണ് PV റേഷ്യോ. സെയിൽസിൻ്റെ 30% കോൺട്രിബ്യൂഷൻ. അപ്പോൾ therefore കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. സെയിൽസ് എത്രയാണ്? സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 2 lakh ഇൻറ്റു PV റേഷ്യോ എന്ന് പറയുന്നത് 30% ആണ്. ₹60,000 കോൺട്രിബ്യൂഷൻ. ദെൻ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് നമ്മുടെ എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, തൊട്ട് മുൻപിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. 36,000 ആണ്. Therefore P is equal to C minus F. C എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടു നമ്മൾ എത്രയാണ്? 60,000 ആണ്. മൈനസ് ഫിക്സഡ് കോസ്റ്റ് 36,000 ആണ്. ഈസ് ഈക്വൽ ടു 24,000 ആണ് നമ്മുടെ ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് മൂന്നാമത്തെ പ്രോഫിറ്റിൻ്റെ ആൻസർ. അപ്പോൾ ഇതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, കുട്ടികൾ നോക്കുക.
നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 243 ഇല്ലസ്ട്രേഷൻ 32 ആണ്. 32ാമത്തെ ഇല്ലസ്ട്രേഷനാണ്. അതുകൂടി ചെയ്യാം നമുക്ക്. 32ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോസ്റ്റിംഗ് റെക്കോർഡ്സ് ഓഫ് എ കമ്പനി. സെയിൽസ് 5 lakh, PV ratio 25%, margin of safety rupees 1,50,000. Calculate break-even point. 2 fixed cost. 3 profits earned by the company. 4 sales required to earn a profit of rupees 50,000. And 5th point, profit when sales are rupees 6 lakh. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് കാണാം? ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് ഒന്നാമത്തെ പോയിന്റ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാം. 1 ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്, സെയിൽസും ഉണ്ട്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റിയും സെയിൽസും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാം. Break-even point is equal to sales minus margin of safety. ഇതിൽ നമുക്ക് സെയിൽസ് തന്നിട്ടുള്ള 5 lakh ആണ്. ഈസ് ഈക്വൽ ടു റുപ്പീസ് 5 lakh മൈനസ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. 1,50,000. അപ്പോൾ $3,50,000 ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. 3,50,000. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് കാണാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ മതി. കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഫിക്സഡ് കോസ്റ്റ് കിട്ടും. പക്ഷെ ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് തന്നിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് തന്നിട്ടുള്ളത് 3 lakh, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 3,50,000 ആണ് അല്ലേ? അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അല്ലെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റ് BEP, നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ അറ്റ് BEP കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. അതായത് ബ്രേക്ക് ഈവൻ പോയിന്റിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. കാരണം ബ്രേക്ക് ഈവൻ പോയിന്റിലെ പ്രോഫിറ്റ് 0 ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നില്ലാണ്, അല്ലെങ്കിൽ 0 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റിലെ കോൺട്രിബ്യൂഷൻ, BEPയിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് മാത്രമാണ്, കാരണം പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ അറ്റ് BEP കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. ആ ബേസിൽ നിന്നാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാനിവിടെ എഴുതിയത്. അറ്റ് BEP കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എന്ന് എഴുതാനുള്ള കാരണം അതാണ്. അപ്പോൾ നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ എങ്ങനെ കാണാമെന്ന് നോക്കിയാൽ മതി. കോൺട്രിബ്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ അതാണ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആണ് കോൺട്രിബ്യൂഷൻ. അതിനെയാണ് നമ്മൾ PV റേഷ്യോ എന്ന് പറയുന്നത്. നമുക്കിവിടെ PV റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈസി ആയിട്ട് കാണാം. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. സെയിൽസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. PV റേഷ്യോയും തന്നിട്ടുണ്ട്. സെയിൽസ് എത്രയാണ്? 5 lakh ആണ്. PV റേഷ്യോ എന്ന് പറയുന്നത് 25% ആണ്.
ഇതാണ് പി വി റേഷ്യോ അല്ലേ. ദെർഫോർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 87,500. 87,500. ദെൻ എഫ് ഈസ് ഈക്വൽ ടു ഓർ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 87,500. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആൻസർ. ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 87,500. ഇതാണ് നമ്മുടെ സെക്കൻഡ് ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ കമ്പനി. അപ്പോൾ പ്രോഫിറ്റ് കാണാൻ പ്രോഫിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോഫിറ്റ് നമുക്ക് കാണാൻ എളുപ്പവഴി എന്താണ്? എസ് മൈനസ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് കാണാൻ കോൺട്രിബ്യൂഷനിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഫിക്സഡ് കോസ്റ്റ് സി മൈനസ് എഫ്. ദെൻ കോൺട്രിബ്യൂഷൻ നേരത്തെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അത് പക്ഷേ സെയിൽസ് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസിലാണ് അല്ലേ. ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസിലാണ് കോൺട്രിബ്യൂഷൻ ഇവിടെ നമ്മൾ കണ്ടത്. കാരണം അത് ഫിക്സഡ് കോസ്റ്റ് കാണാനായിരുന്നു. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോഴത്തെ കറണ്ട് പ്രോഫിറ്റ് ആണ് അറിയേണ്ടത്. ദെൻ എന്ത് ചെയ്യണം? കോൺട്രിബ്യൂഷൻ ആദ്യം കാണണം. ദെൻ സി ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. കറണ്ട് സെയിൽസ് എത്രയാ? കറണ്ട് സെയിൽസ് 5 lakh ആണ്. അപ്പോൾ 5 lakh ഇൻറ്റു പി വി റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 25% ആണ്. 25% വെച്ച് പി വി റേഷ്യോ കാണുന്ന സമയത്ത്, പി വി റേഷ്യോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5 ലക്ഷത്തിൻ്റെ 25% എന്ന് പറയുന്നത് 1,25,000. 1,25,000. ആൻസർ ആയിട്ടില്ല, ഇപ്പോഴും കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ്. ദെൻ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സി മൈനസ് എഫ്. സി എത്രയാണ്? സി ഇപ്പോൾ കണ്ടു 1,25,000. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 87,500. Therefore, profit is equal to 37,500. 37,500. ഇതാണ് നമ്മുടെ തേർഡ് ആൻസർ. അപ്പോൾ ഇത് ഒരു നോർമലായിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തു വരുന്നതാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ളത്. അതിൽ വലിയ ശ്രദ്ധിക്കാനില്ല. പക്ഷേ കുട്ടികൾ ഇത് ശ്രദ്ധിക്കണം. നമ്മളിവിടെ ചെയ്തത് ഫിക്സഡ് കോസ്റ്റ് കാണാനാണ്. അതുകൊണ്ടാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് എടുത്തത്. ഈ സെയിൽസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് ആണ്. ഇവിടെ നമുക്ക് അറിയേണ്ടത് കറണ്ട് പ്രോഫിറ്റ് ആണ്. കറണ്ട് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ കമ്പനി എന്ന് പറയുമ്പോൾ കറണ്ട് സെയിൽസ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് എടുത്തിട്ടല്ല ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നാലാമത്തെ, സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹50,000 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Fourth point, sales required to earn a profit of ₹50,000. 50,000 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്രയാണ് സെയിൽസ് വേണ്ടത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എഫ് പ്ലസ് പി ഡിവൈഡ് ബൈ പി വി റേഷ്യോ. എഫ് പ്ലസ് പി ഡിവൈഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ 50,000 രൂപ. ഫിക്സഡ് കോസ്റ്റിൽ മാറ്റില്ല. അപ്പോൾ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 87,500 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് 50,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുന്നത്
25% ആണ്. 25 into 100 is equal to rupees 5,50,000. അപ്പോൾ 5,50,000 രൂപയുടെ സെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് 50,000 രൂപ എന്തായിട്ട് കിട്ടും? പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഇതാണ് ക്വസ്റ്റ്യൻ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ rupees 6 lakh. കുറച്ചുകൂടി ഈസിയാണ്. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ rupees 6 lakh. അപ്പോൾ നമുക്കറിയാം 50,000 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 5,50,000 രൂപയുടെ സെയിൽസ് ഉണ്ടാവണം. അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് തിരിച്ചാണ്. 6,00,000 രൂപയുടെ സെയിൽസ് ഉണ്ടെങ്കിൽ എത്രയാണ് പ്രോഫിറ്റ്? ഇത് വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കോൺട്രിബ്യൂഷൻ കാണാം, അവിടുന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മതി അല്ലേ. P is equal to C minus F. Then C is equal to കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണാം? സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. സെയിൽസ് എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് 6 lakh. 6 lakh ഇൻറ്റു പി വി റേഷ്യോ എന്ന് പറയുന്നതിൽ മാറ്റമില്ല, 25% ആണ്. അപ്പോൾ 6,00,000 രൂപയുടെ 25% കോൺട്രിബ്യൂഷൻ. ദാറ്റ് ഈസ് 1,50,000. Therefore, P is equal to കോൺട്രിബ്യൂഷൻ 1,50,000 മൈനസ് ഫിക്സഡ് കോസ്റ്റിലെ മാറ്റമില്ല, അതെല്ലാ ലെവൽസിലും സെയിം ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത, സ്പെഷ്യാലിറ്റി. അതുകൊണ്ടാണ് ഡിസിഷൻ മേക്കിങ്ങിന് ഇത് ഉപയോഗിക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. Therefore, profit is equal to rupees 62,500. 62,500. ഇതാണ് നമ്മുടെ ലാസ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 62,500. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ, അതായത് ടെക്സ്റ്റിൻ്റെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എന്നാലും ഞാനൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് അത് ചെയ്യാം. പേജ് നമ്പർ 253 15ാമത്തെ ക്വസ്റ്റ്യനാണ്. മറ്റുള്ളതൊക്കെ വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് പി വി റേഷ്യോ, ബ്രേക്ക് ഈവൻ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്, തേർഡ് പ്രോഫിറ്റ് അറ്റ് കറണ്ട് സെയിൽസ്, ഫോർത്ത് പോയിന്റ് പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ rupees 24,000, 5 മാർജിൻ ഓഫ് സേഫ്റ്റി. ഇനി നമുക്ക് ഇൻഫർമേഷൻ 3 തന്നിട്ടുണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 6,000, വേരിയബിൾ കോസ്റ്റ് 10,000, സെയിൽസ് rupees 20,000. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് കാണേണ്ടത് പി വി റേഷ്യോ ആണ്. നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഒന്നാമത്തെ പി വി റേഷ്യോ ആണ് കാണേണ്ടത്. പി വി റേഷ്യോ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ദെൻ C is equal to S minus P. സെയിൽസ് തന്നിട്ടുള്ളത് 20,000 ആണ്. -20,000 വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുള്ളത് 10,000 ആണ്. ദെൻ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു 10,000. കോൺട്രിബ്യൂഷൻ 10,000 ആണ്. ദെൻ പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു 10,000 ഡിവൈഡ് ബൈ സെയിൽസ് 20,000 ഇൻറ്റു 100. അപ്പോൾ 50%.
50% ആണ് നമ്മുടെ പി വി റേഷ്യോ. രണ്ടാമത് നമുക്ക് കാണാനുള്ളത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പി വി റേഷ്യോ വെച്ച് എഫ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് 6000 ആണ്. പി വി റേഷ്യോ എന്ന് പറയുന്നത് 50% ആണ്. ഈസ് ഈക്വൽ ടു 12,000. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 12,000 രൂപയുടെ സെയിൽസിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഫിക്സഡ് കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അടുത്ത തേർഡ് പോയിന്റ്, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് അറ്റ് കറണ്ട് സെയിൽസ്. കറണ്ട് സെയിൽസ് ഇതാണ് 20,000 ആണ്. അപ്പോൾ പ്രോഫിറ്റ് കാണാൻ നമുക്കറിയാം, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. കോൺട്രിബ്യൂഷൻ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 10,000 ആണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 6,000 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് കാണാം. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു എത്രയാണ്? 10,000 മൈനസ് ഫിക്സഡ് കോസ്റ്റ് 6,000 ഈസ് ഈക്വൽ ടു റുപ്പീസ് 4,000 ആണ് നമ്മുടെ തേർഡ് ആൻസർ. അതായത് പ്രോഫിറ്റ് അറ്റ് കറണ്ട് സെയിൽസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 24,000. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 24,000. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ്? ഈ സെയിം ഇത് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് കാണാൻ പറഞ്ഞാലൊക്കെ അത് തന്നെ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ 20,000 രൂപ സെയിൽസ് നടക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സെയിൽസ് എന്ന് പറയുന്നത് 24,000 ആണ്. അപ്പോൾ 24,000-ൽ കോൺട്രിബ്യൂഷൻ എത്ര എന്നുള്ളതാണ് പി വി റേഷ്യോ അല്ലേ? പി വി റേഷ്യോ നമുക്കറിയാം എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 50% ആണ്. ദെൻ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. ഈസ് ഈക്വൽ ടു 12,000. Therefore, P is equal to contribution minus fixed cost. Fixed cost മാറ്റില്ല. Is equal to rupees 6,000. ഇതാണ് നമ്മുടെ നാലാമത്തെ ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ വളരെ എളുപ്പമാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോഴത്തെ സെയിൽസും ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ഇപ്പം നമുക്ക്
10,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ 10,000 രൂപയാണ് ഇപ്പോഴത്തെ സെയിൽസ് എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് 7,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 7,000 എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റും സെയിൽസ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാഭവും നഷ്ടമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ 7,000 എന്ന് പറയുന്നത് ലാഭവും നഷ്ടമില്ലാത്ത അവസ്ഥയാണ്. അവിടെ വന്ന് നമ്മുടെ ഇപ്പോഴത്തെ സെയിൽസ് ആയിട്ടുള്ള 10,000 അവിടേക്കുള്ള ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ വളരെ എളുപ്പം എന്ന് പറയുന്നത് കറണ്ട് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് ആണ്. കറണ്ട് സെയിൽസ് എത്രയാണ്? കറണ്ട് സെയിൽസ് എന്ന് പറയുന്നത് 20,000 റുപ്പീസാണ് അല്ലേ? 20,000 റുപ്പീസാണ് കറണ്ട് സെയിൽസ്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു, ഞാനിവിടെ കറണ്ട് സെയിൽസ് തന്നെ എഴുതുന്നുണ്ട്, കറണ്ട് സെയിൽസ് മൈനസ് BEP സെയിൽസ്. കറണ്ട് സെയിൽസ് 20,000 രൂപയാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. ഇതാ 12,000 റുപ്പീസാണ്. കുറയ്ക്കുമ്പോൾ നമുക്ക് റുപ്പീസ് 8,000 ആണ് കിട്ടുക. ഇതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഇതിൽ വലിയ വർക്കിങ്സ് ഒന്നുമില്ല, പക്ഷേ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കുട്ടികൾ പഠിക്കണം. ഇപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ ഇപ്പോൾ 2-3 ഇക്വേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. PV റേഷ്യോ ഉള്ളത് ഉപയോഗിക്കാം, അല്ലാത്ത മാർജിൻ ഓഫ് സേഫ്റ്റി വെച്ചിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ PV റേഷ്യോ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സെയിൽസ്, കറണ്ട് സെയിൽസും, അതുപോലെ തന്നെ എന്താണ് വേറെ ഇതുപോലെയുള്ള എമൗണ്ട് തരാം. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹24,000. ഇപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോൾ പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹24,000 എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സാധാരണ പറ്റുന്നൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു C മൈനസ് F, കോൺട്രിബ്യൂഷൻ മൈനസ് F എന്ന് പറഞ്ഞ് കോൺട്രിബ്യൂഷൻ നമ്മൾ എന്തെടുക്കും? ഇതിലെ കോൺട്രിബ്യൂഷൻ എടുക്കും. ഇതിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കറണ്ട് സെയിൽസ് ആണ് 20,000. ആ കറണ്ട് സെയിൽസിൻ്റെ കോൺട്രിബ്യൂഷനാണ് 10,000 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? പുതിയ സെയിൽസിൻ്റെ, അതായത് എക്സ്പെക്റ്റഡ് സെയിൽസ് ആണ് 24,000. അപ്പോൾ ഈ 24,000 രൂപ ഉള്ളപ്പോൾ ഉള്ള പ്രോഫിറ്റാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ 24,000ൻ്റെ കോൺട്രിബ്യൂഷൻ കണ്ടിട്ടേ നമുക്ക് എന്ത് കാണാൻ സാധിക്കുള്ളൂ? ഇവിടെ പ്രോഫിറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ സാധാരണ വരുന്നൊരു തെറ്റാണിത്. കുട്ടികൾ പെട്ടെന്ന് ആലോചിക്കാതെ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ട് ചെയ്തു പോകും. വേറെ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാനൊന്നുമില്ല. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ട് നമുക്കൊരു ഗ്രാഫ് കൂടി കവർ ചെയ്യാനുണ്ട്. അതുകൂടി കവർ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ ഇതിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വന്നു. കുറേയധികം ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നു. ഇനിയും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. കാരണം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുവിധമൊക്കെ ഇതിൽ നിന്ന് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. മാത്രമല്ല 15 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റിനെ നമ്മൾ 2 ക്ലാസ് മുൻപ് ചെയ്ത പോലെ, അതായത് സെയിൽസിൽ വ്യത്യാസം വരുത്തിയിട്ട് ഇതൊക്കെ കാണേണ്ടി വരും. സെയിൽസിൽ അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റിലൊക്കെ ചേഞ്ച് വരുത്തി ഇൻക്രീസോ ഡിക്രീസോ ഒക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ 10% ഇൻക്രീസ്, 10% ഡിക്രീസ്, അല്ലെങ്കിൽ ഒരു 30% ഇൻക്രീസ് എന്നൊക്കെ പറഞ്ഞ് പല സ്റ്റേജിൽ നമുക്കിത് കാണേണ്ടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരു എസ്സേ ക്വസ്റ്റിനുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ്. മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ മോഡേൺ ബിസിനസ് വേൾഡിൽ ഇതിന് പ്രാധാന്യം വളരെ ഹൈ ആണ്. കാരണം ഈ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അപ്ലിക്കേഷന് പ്രാധാന്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യേണ്ടി വന്നത് ഈ ചാപ്റ്ററിലും. അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണിത്. പക്ഷേ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തത്. ഇനിയും 2-3 ക്ലാസ്സുകൾ കൂടി ചിലപ്പോൾ ഇത് വേണ്ടി, അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണെങ്കിൽ എന്തായാലും ഈ മാർജിനൽ കോസ്റ്റിംഗ് വേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.